പാൽക്കുളമേട് പോണം. അപ്പൊ യൂട്യൂബ് ചാനൽ നമ്മളങ്ങനെ മലകൾ താണ്ടി നമ്മള് പാൽക്കുളമേട് പോണം. നല്ല വളവാണ്, നല്ല സ്പേസ് പോകുന്നത്. വഴിയൊക്കെ കാട്ടിത്തരാം ഗൈസ്. അപ്പൊ നമ്മൾ ആൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിത് ഓഫ് റോഡാണ്. നമ്മൾ നേരിട്ട് ഒരു നോർമൽ ഇതൊക്കെ താമസ സ്ഥലമായിട്ടുള്ള സ്ഥലമാണ്. എല്ലാവരും കളിക്കുന്നതൊക്കെ കാണുന്നത്. ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന മലനിരകളിലൂടെയാണ് നമ്മൾ കയറി ഇറങ്ങാൻ പോകുന്നത്. നല്ലൊരു ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എനിക്ക് ചക്ക ഇടിക്കുകയാണ് ഇങ്ങനെ വളമൊക്കെ തിരിക്കുമ്പോൾ. കാരണം ഞാനിങ്ങനെ കുറേ നാളെ കൂടി ഞാൻ പറയുന്നത് എന്നെ ഒന്ന് പാൽക്കുളമേട് കൊണ്ടുപോകാം. ഇത് പെട്ടെന്ന് വാ എനിക്ക് പാൽക്കുളമേട് പോകാമെന്ന്. ഞാൻ എന്താ ചെയ്യാം, ഞാൻ ഇതൊന്നും നോക്കിയില്ല. ഞാനങ്ങനെ ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. പണ്ട് ഇവിടെ ഓപ്പണിംഗ് ആയിരുന്നു പാൽക്കുളമേടൊക്കെ പോകാൻ വേണ്ടി. നമ്മൾ ഇടയ്ക്കൊക്കെ പാൽക്കുളമേടൊക്കെ പോയിക്കൊണ്ടിരുന്നാണ്. പക്ഷെ ഇപ്പൊ അവിടെ ഫോറസ്റ്റുകാരൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കയറ്റി വിടുവോ ഇല്ലോന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. കുറെ നാളെ കൂടിയായിട്ട് ഇപ്പൊ നമ്മളൊരു നേരത്തെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു പാൽക്കുളമേട്. കാരണം അത്ര ഒരു വൈബ് പ്ലേസ്, പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരുന്നു. എന്തായാലും നമ്മളിപ്പോ ഒരു സമയം ഇപ്പൊ ഇത്രയും 4:30 ആയ സമയം. എന്തായാലും പോയി നോക്കാം. കയറ്റി വിട്ടാൽ നമുക്ക് പാൽക്കുളമേടൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തു തരാം. അത് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊരു ഇതിലായിരുന്നു. പക്ഷെ അത് നമ്മുടെ വീഡിയോ ഇല്ല. എന്തായാലും പോയി നോക്കാം. ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാൽക്കുളമേട് ഒന്ന് കയറും. നമ്മളപ്പോ നോക്കിയിരിക്കുവായിരുന്നു. എടാ എന്നെ കൊണ്ടുവന്നു ഓഫ് റോഡൊക്കെ ഇവര് പോകുന്ന കാണുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളാരെങ്കിലൊക്കെ വരണം. വേറെ ഇവരൊന്നും കൊണ്ടുപോയില്ല. ഒരു കൂട്ടുകാരോടെ നമുക്ക് പോകും. ഇപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കയറാം. വഴി തെറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലോന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഏതൊക്കെയോ വഴിയിലൂടെയാണ് പോകുന്നത്. ഇത്രയും നാള് പോയിക്കൊണ്ടിരുന്ന വഴിയല്ല, വേറൊരു വഴി. ഇതാണ് നമ്മുടെ പാൽക്കുളമേടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ പാൽക്കുളമേട് കയറുകയാണ് ഗൈസ്. പോകാൻ എനിക്ക് പേടിയാവോ. പേടിയാവുക. ഗൈസ്, ആനനെ കണ്ടില്ല, 2 പശുവിനെ കണ്ടു.
സൈഡിൽ കൂടെ കയറാം. വേണ്ട 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 അത്രയ്ക്ക് എനിക്ക് പറഞ്ഞ വീട് എടുത്തോ. ഇനി കയറണം ഇനി കയറണം ഇനി കയറണം. സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് വേറെ കേട്ടിട്ടുണ്ടെങ്കിലേ നമുക്കറിയത്തില്ല വനം. ഇനി ഇവിടുത്തെ വീട് എടുത്തോ. വേണ്ട വേണ്ട കയറണ്ട കയറണ്ട. സ്റ്റോപ്പ് ചെയ്തെടുത്ത് പിന്നെ കയറാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെ ഒരു പള്ളി കാട്ടുന്നുണ്ട്. പള്ളി ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ പള്ളിയും ആ സ്ഥലമൊക്കെ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലത്. അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പള്ളി ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക്. ഞാൻ എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളതാണ്. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ വേണമെന്ന്. ഞാൻ മലകളൊക്കെ കയറുന്നതായിട്ട് അഭിനയിച്ചങ്ങ് തകർക്കുകയാണ്. അതിൽ മല കയറുന്നതായിട്ടാണ് എൻ്റെ ചിന്തയിലൊക്കെയുള്ളത്. അങ്ങനെ നല്ലൊരു ചെറിയ നമുക്ക് പാൽക്കുളമേട് ഹൈവേസിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും പാൽക്കുളമേടിൻ്റെ താഴെ വരെ വരാനൊക്കെ പറ്റി. കുഴപ്പമില്ല, നല്ല ചെറിയൊരു വീഡിയോ ആയിരിക്കും. അവിടെ ആ പള്ളിയൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ പാൽക്കുളമേട് കാണാനുള്ള ആഗ്രഹത്തിൽ കയറി വന്നതാണ്. പക്ഷേ ഇവിടെ ക്ലോസ് ആയിരിക്കും നിർഭാഗ്യവശാൽ. സോ ഞങ്ങൾ തിരിച്ചു പോവാണ്. പാൽക്കുളമേട് കുറേ കണ്ടിട്ടുള്ളതല്ലേ. എന്തായാലും ആ വ്യൂസ് ഒന്നും നമുക്ക് ഫോണിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സാരമില്ല, പകരം ഈ വ്യൂസൊക്കെ കണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ. നല്ല രസമാണ്. നമ്മൾ ഈ ഫോറസ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഈ വരുന്ന വ്യക്തമായിട്ടുള്ളൊരു വെള്ളമാണ് ഗൈസ്. നമുക്ക് എവിടെയും ഈ വെള്ളത്തിൻ്റെ ഒന്നും നല്ല കണ്ണീര് പോലത്തെ വെള്ളം. എനിക്ക് പേടിയാകുന്നുണ്ട്. ഞാൻ മുറുക്കെ പിടിച്ചായിരിക്കുന്നത്. കുറെ നാളായി ഓഫ് റോഡൊക്കെ വന്നിട്ട്. വലിയ കുഴിയ. നല്ല റോട്ടിൽ കൂടെ പോയി മടുത്തു. ഇനി കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഓഫ് റോഡൊക്കെ ഇടയ്ക്ക് പിടിക്കുന്നത് നല്ലതാണ്. ഓഫ് റോഡിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? നമ്മുടെ അതുകൊണ്ടാണ് നീ ഓഫ് റോഡ് വണ്ടി എടുത്തത്. നമ്മൾ ഓഫ് റോഡ് മാനിയാണ്. എന്താ ലാസ്റ്റ് ഞാൻ വന്നത് ഞാനും കിച്ചും അച്ചുവും പിന്നെ മാച്ചേട്ടനും ചേച്ചിച്ചേട്ടനും ഒരു ജീപ്പിനാണ് വന്നത്.
അന്നാണ് ലാസ്റ്റ് ആയിട്ട് കയറിയത്. അന്ന് എനിക്ക് തോന്നുന്നു 2-3-4-5 വർഷത്തിനെ ആയി കാണുമായിരിക്കും. അത്രയും നാളെ കൂടിയാണ് ഇന്ന് വന്നോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ക്ലോസ് ചെയ്തോണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. അതവിടെ ക്ലോസ് ആക്കിയിട്ടേക്കുക. അപ്പൊ നമുക്കതിന് അത് ക്ലോസ് ആക്കിയ സ്ഥിതിക്ക് നമുക്ക് കയറാൻ പാടില്ലല്ലോ. അപ്പൊ എന്തായാലും സാരില്ല, നമുക്കിനി വേറെ എനിക്ക് പേടിയാ. പിന്നെ അങ്ങനെ ഇട്ടെടുത്ത് പിന്നെയും പോയി കയറുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടി. അതുകൊണ്ട് ഞാൻ പറയും കയറണ്ടായിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ കുറെ ടൈം വന്നിട്ടുണ്ടല്ലോ ഇവിടെ. എനിക്ക് അന്നൊക്കെ ഒന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവർക്ക് കൊണ്ടുപോകാനേ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ അത്രയ്ക്ക് ഇവര് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ വന്ന് ജസ്റ്റ് അങ്ങ് പോവുക ചെയ്തത്. അയ്യോ, എന്റെ കണ്ണീന്നൊക്കെ പൊന്നീച്ച് ഓർക്കുന്നു. വയ്യപ്പോ നമ്മൾ ആനേനൊന്നും കണ്ടിട്ടില്ല. അയ്യോ, പേടിച്ചു പോയി. അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തോട്ടേക്ക് പോവാണ്. അടുത്ത സ്ഥലം ഏതാണ്? മക്കുവള്ളിക്ക് പോണ്ട, അത് ഈ സമയായി. അത് വേണ്ട, കാരണം ഈ സമയത്തൊക്കെ ആന ഇറങ്ങും. ആനയെ എനിക്ക് പേടിയാ. ഇതൊന്നും മമ്മി അറിഞ്ഞിട്ടില്ല. മമ്മി അറിഞ്ഞ തമാശ എന്താ, മമ്മി അറിഞ്ഞിട്ടില്ല ഞങ്ങളിങ്ങനെ പോകുന്ന കാര്യം. മമ്മി അറിഞ്ഞാൽ സമ്മതിക്കില്ല, വഴക്കായി ബഹളമായി. നിങ്ങളിങ്ങനെയൊക്കെ ആരെങ്കിലും പോകുന്നവരുണ്ട് ഗൈസ്, സഹോദരങ്ങളുമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നൊന്നുമല്ല. പക്ഷെ എന്താണെന്നറിയാം, 2-3 ദിവസം സ്നേഹമാണ്. എന്താണെന്ന് അറിയത്തില്ല. അവിടെയൊക്കെ കൊണ്ടുപോകുന്ന കൊണ്ടുപോയില്ല. പിന്നെ കാണാം. ഇതേതാണ് സ്ഥലം? നമുക്ക് പാൽക്കുളമേട് കയറാൻ പറ്റാത്ത കൊണ്ട് നമ്മൾ മലയണ്ണാമല കയറിയിരിക്കുകയാണ്. മലയണ്ണാമല വീഴേണ്ടായിരുന്നു. വേണ്ട, ഞാൻ അവിടെ എത്തിയിട്ട് കയറിക്കോളാം. കുറച്ച് നല്ല അവിടെ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ആയത് ഞാൻ വീഴേണ്ടായിരുന്നു. ഇനി കയറാവേ. എന്നോട് പറയാം, ഓഫ് റോഡൊക്കെ പോകുമ്പോൾ വീണിട്ടാണ് പോകേണ്ടതെന്ന്. എനിക്കറിയത്തില്ല. നമ്മളേതോ ഒരു പാറയിലോട്ടേക്ക് വന്നിരിക്കുക. ഓഫ് റോഡൊക്കെ കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇരുത്തിയാ മതി. ഇതിപ്പോ ഏത് കാട്ടിലോട്ടൊക്കെയാ പോണേന്ന് എനിക്ക് ഒരു പിടിയില്ല. വഴി കാണുന്നു പോകുന്നു. വഴി കാണുന്നു പോകുന്നു. പോകുന്ന ആൾക്ക് ഒരു പിടിയില്ല എങ്ങോട്ടൊക്കെയാന്ന്. വഴിയുണ്ട്, അതുകൊണ്ട് പോകുന്നു, അത്രേ ഉള്ളൂ. വഴി തീർന്നു ഗൈസ്. ഇനി അങ്ങോട്ടേക്ക് പോകും നമ്മൾ. ഇല്ല, വഴി കിട്ടി കേട്ടോ, ചെറിയൊരു വഴി കിട്ടി. ഇതിന്റെ കൂടെ അത് ആ വീട്ടിലോട്ടേക്കുള്ള വഴിയാണ്. അവിടെ ഒരു വീടാണോ എന്താണെന്ന് അറിയത്തില്ല. ഈ കാട്ടിലൊക്കെ കൊണ്ടിട്ട് ആരെങ്കിലും വീട് വെക്കോ? അങ്ങോട്ടേക്ക് കയറുന്ന റിസ്കാ. ട്രിപ്പിലാണ് ഓരോ വീഡിയോസ്, സോറി, ഓരോ യാത്ര പോകേണ്ടത്. ഓരോ യാത്ര എന്ന് പറയുന്നതും ഓരോ അനുഭവങ്ങളാണ്. ഞാൻ കുറേ നാളെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ടുപോയി തിന്നാണ്. വാ കയറുന്ന് പറഞ്ഞു. 3 മണി 3:30 കഴിഞ്ഞപ്പോഴായിട്ട് പറഞ്ഞു. ഈ പാറക്കോട്ടൊക്കെ കയറിയിട്ട് എവിടെയോ കൊണ്ടുപോകുന്നു. പക്ഷെ നല്ല രസമുണ്ട്. നമുക്കിവിടെ ഇറങ്ങാം. എനിക്കിനി ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഇതേ കയറി പോകുന്നു. ഓ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ സിറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ലോകം ഉണ്ടെന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത്. ഇങ്ങനെ ഓരോരോ ലോകങ്ങൾ.
എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ കയറിയിട്ടാ? വീണ്ടും എൻ്റെ ഓരോരോ പ്രഹസനങ്ങളാണ് കാണുന്നത്. ഒരു നല്ല വീഡിയോ എടുത്ത് താടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വായിക്കൊണ്ട് വെച്ച് വീഡിയോ എടുത്ത് തരുന്ന എൻ്റെ സഹോദരനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെയും എൻ്റെ ഓരോരോ വട്ട് സ്വഭാവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. മലയും കുന്നൊക്കെയാണ് കാണിക്കുന്നെങ്കിലും എന്നെ കുറച്ചൊക്കെ കാണിക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഓഫ് റോഡിങ് വണ്ടിയാണ്. പിന്നെ ഞാനിങ്ങനെ നിന്നപ്പോഴാണ് അതേ മേലിലൂടെ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. അന്നായിരിക്കട്ടെ ഒരു ഷോട്ട് എടുക്കാമെന്ന് വെച്ച് ഞാൻ ആ പ്ലെയിനെ കുറച്ച് നേരം ലക്ഷ്യമാക്കി ഇരിക്കുമായിരുന്നു. എന്തായാലും നല്ലൊരു ചെറിയൊരു വീഡിയോ കിട്ടിയേ. ഓഫ് റോഡ് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ മലയാള മണ്ടയിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട പക്ഷെ ഇതേ പോകുന്നു. വണ്ടി ഓഫായിട്ടുണ്ട്. എന്താകുമെന്ന് കണ്ടറിയാം. ഇല്ല, ഓണായി. വരണം, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ. നല്ല വ്യൂസാണ് ഇങ്ങനെ മലകളൊക്കെ കയറുന്ന ഇടയ്ക്കൊക്കെ. അപ്പോഴാണ് ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏത് സ്ഥലമാണ് കാണുന്നത് എനിക്ക് ഏതാണെന്നൊരു പിടുത്തമില്ല, പക്ഷേ സൂപ്പറായിട്ടുണ്ട്. അവിടെ ഇരുന്ന് എന്ത് കാണിക്കാണോ ആവോ ഒന്നും മനസ്സിലാവുന്നില്ല. ഏതോ മല എന്തോ സ്ഥലമായിരുന്നു, മറന്നുപോയി. നല്ല വ്യൂസാണ്, നല്ല കാലാവസ്ഥ, നല്ലൊരു ക്ലൈമറ്റ്. ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇരിക്കാൻ നല്ലൊരു പ്രത്യേക രസമുണ്ട്. ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ കഞ്ഞിക്കുഴി വീട്ടിലാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളുടെ അതിലെ കൂടെ ഒക്കെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഞങ്ങളുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറത്തുന്ന ഒരു അൺപ്ലാനഡ് ട്രിപ്പായിരുന്നു. ട്രിപ്പൊന്നുമല്ല, ഒരു ഓഫ് റോഡിങ് വീഡിയോ ആയിരുന്നു. എന്താ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു പോയി അതുപോലെ. കാരണം ഞാൻ ഇങ്ങനെ പോയേക്കുന്ന ആദ്യമായിട്ടാണ് ഇവൻ്റെ അവിടെ പോയേക്കുന്നത്. ഞാനിപ്പോൾ വീഴുന്നത് ഓർത്തിരുന്നത്, പക്ഷേ വീണൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അതന്നെ പറയട്ടെ, വീഴണം എന്നാണ് പറയുന്നത്. ഓഫ് റോഡിങ് ഒക്കെ വീണാണ് പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു അൺപ്ലാനഡ് ട്രിപ്പായിരുന്നു. നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. സഡൻലി നമ്മളെടുക്കുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്തായാലും ഈ അൺപ്ലാനഡ് ആയിട്ട് വന്നിരുന്ന ട്രിപ്പ് വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, ബൈ.